അന്വേഷണത്തിലിരിക്കുന്ന കേസിലെ പ്രതിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയതിന് എസ്ഐക്ക് ഹൈക്കോടതിയുടെ ശാസന. പിന്നാലെ എസ്ഐ നോട്ടീസ് പിൻവലിച്ചു. ഞാറയ്ക്കൽ എസ്ഐ അഖിൽ വിജയകുമാറിനായിരുന്നു അഭിഭാഷകൻ നോട്ടീസ്. ഈ എസ്ഐ അഖിൽ വിജയകുമാറാണ് അഭിഭാഷകന് നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി ഷബ്ന സിയ ചേരുന്നു. ഷബ്ന, ഏത് കേസിലാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഇതിൽ എസ്ഐ നൽകിയ വിശദീകരണം? എന്തായാലും എസ് ഐയുടെ ഭാഗത്ത് നിന്ന് അസാധാരണമായ ഒരു നടപടിയാണ് ഉണ്ടായത്. അന്വേഷണത്തിലിരിക്കുന്ന കേസിലെ പ്രതിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ എസ് ഐ നോട്ടീസ് നൽകി. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ഷബ്ന, ഏത് കേസിലാണ് ഈ അപൂർവമായ നടപടിക്രമം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? എസ് ഐ എന്ത് വിശദീകരണമാണ് ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്? ലക്ഷ്മി, ഞാറയ്ക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ പ്രതിയുടെ അഭിഭാഷകനോടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എസ് ഐ നോട്ടീസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് എസ് ഐ ഇത്തരത്തിൽ അഭിഭാഷകന് നോട്ടീസ് നൽകിയത്. അഭിഭാഷകന് ഈ രീതിയിൽ പ്രതിയുടെ അഭിഭാഷകനെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താൻ നിയമപരമായി എസ് ഐക്ക് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതിൽ ഈ എസ് ഐയോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നിപ്പോൾ എസ് ഐ നേരിട്ട് കോടതിയിലെത്തി. എസ് ഐ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എന്നായിരുന്നു കോടതിയിൽ പറഞ്ഞത്. എന്നാൽ പ്രതിയോടല്ലേ കാര്യങ്ങൾ ചോദിക്കേണ്ടത്, അഭിഭാഷകനോടാണോ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ ചോദിക്കേണ്ടത് എന്നതായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ഏതായാലും ഹൈക്കോടതി ഈ അഭിഭാഷകന്റെ നോട്ടീസ് നൽകിയ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. തുടർന്ന് ഈ എസ് ഐ ഇപ്പോൾ ഏതായാലും നോട്ടീസ് പിൻവലിച്ച് അഭിഭാഷകനെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എസ് ഐയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതി സി ഐക്കെതിരെ പരാതി നൽകി. ഇതിന്റെ പ്രതികാരമായിട്ടാണ് ഈ എസ് ഐ നോട്ടീസ് നൽകിയത് എന്നതായിരുന്നു അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ ഈ നോട്ടീസ് പിൻവലിച്ച് എസ് ഐയുടെ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.